കുടിക്കാം, ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? എന്നുവെച്ചാൽ ഉണ്ടാക്കുന്നുണ്ട്, ബ്ലെൻഡിങ്ങും ബോട്ടിലിങ്ങും മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ബ്ലെൻഡിങ്ങും ബോട്ടിലിങ്ങും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അസംസ്കൃത വസ്തുവാണല്ലോ സ്പിരിറ്റ്. അത് ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. അതെന്തോ വലിയ പാപമാണ്. പക്ഷേ അതിവിടെ കൊണ്ടുവന്ന് കലക്കാം. ആ പറയുന്നതിലൊരു കാപട്യമുണ്ട്. നമ്മളിതിനെ കാണുന്നതൊരു വ്യവസായം എന്ന നിലയിലാണ്. പ്രത്യേകിച്ച് സ്പിരിറ്റിൻ്റെ ഏക ഉപയോഗം ഇത് മാത്രമല്ലല്ലോ. മദ്യം ഉണ്ടാക്കാൻ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ വർഷം തന്നെ മദ്യത്തിന് ഇറക്കുമതി ചെയ്തതിൻ്റെ 3 ഇരട്ടിയാണ് ഈ എണ്ണ കമ്പനികൾ ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. മറ്റു വ്യാവസായിക ആവശ്യമുണ്ട്, മറ്റേ ആശുപത്രികൾക്കൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ഈ ബ്ലെൻഡിങ് പോളിസി കൂടി വരുന്ന സമയത്ത് ഒരു 75 കോടി ലിറ്ററെങ്കിലും ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് പ്രകാരം അത് കൂടിയാലേ ഉള്ളൂ. മിനിമം 75 കോടി ലിറ്ററെങ്കിലും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അറിയാം എന്ന് പറഞ്ഞാൽ ഒരു 6000 മുതൽ 10000 കോടി വരെയുള്ളൊരു വലിയ കോടി രൂപയുടെ ബിസിനസ്സാണ്. അത് കേരളത്തിന് ആ സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയണ്ടേ? അത് ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്ന് തന്നെയാണ് അഭിപ്രായം. 42 ഡിസ്റ്റിലറിയാണ് കർണാടകയിലുള്ളത്. 42 എണ്ണം. സ്പിരിറ്റ് നിർമ്മാണശാലയാണ് ഞാൻ പറഞ്ഞത്, ബ്ലെൻഡിങ് യൂണിറ്റ് അല്ല. ഇവിടെ ഒന്ന് അനുവദിക്കില്ല എന്ന് പറയുന്നതിന് അല്ല, ഇവിടെ സ്പിരിറ്റ് ഉണ്ടാക്കുന്നേയില്ലല്ലോ. സ്പിരിറ്റ് ഉണ്ടാക്കുന്നേയില്ല, ബ്ലെൻഡ് ചെയ്യുന്നു അത്രേ ഉള്ളൂ. സ്പിരിറ്റ് പുറത്തുനിന്ന് കൊണ്ടുവരും, ബ്ലെൻഡ് ചെയ്യും, കളർ ചേർക്കും, ബോട്ടിൽ ചെയ്യും. ഇത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ വ്യവസായമാണ്. അത് ഉപയോഗിക്കണം എന്നതാണ് സർക്കാരിൻ്റെ നയം. ആ നയം നടപ്പാക്കിയ കാലമാണിത്. അത് നടപ്പാക്കാൻ നേതൃത്വം കൊടുത്ത കാലമാണ്. എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ് എക്സ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇപ്പോൾ മദ്യം ഇവിടുത്തെ ആവശ്യത്തിന് മാത്രമല്ല. മദ്യം ഒഴുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ 75 കോടി സ്പിരിറ്റ് വന്നിട്ട് ഇവിടെ ഉണ്ടാക്കുക മാത്രമല്ല. ഒന്നാമത്തെ കാര്യം മദ്യത്തിന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പ്രധാന വിപണി എന്ന് പറഞ്ഞാൽ ഈ എത്തനോളിൻ്റേതാണ്, സ്പിരിറ്റിൻ്റേതല്ല. എത്തനോൾ കഴിഞ്ഞിട്ടാണ് സ്പിരിറ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ് സാധ്യതയെ ഉപയോഗപ്പെടുത്തണം. അത്രയും ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും, അത്രയും വരുമാനം കിട്ടും, അത്രയും GST കിട്ടും. ആണ് അവർ. പക്ഷേ സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ട് മദ്യം ഉണ്ടാക്കുന്നുണ്ട്. സ്പിരിറ്റ് ഉണ്ടാക്കുന്നവരാണ് അവർ. ഈ ക്രിറ്റിസം വരാൻ കാരണം ഒരു വാട്ടർ സ്കാസിറ്റി ഉള്ളിടത്ത് അതൊക്കെ ഞാൻ അല്ല, വാട്ടർ സ്കാർസിറ്റിയുടെ പ്രശ്നം വരുന്നില്ല. മലമ്പുഴ ഡാം അവിടെ ഉണ്ട്. മലമ്പുഴ ഡാമിൽ നിന്ന് 10 MLD വെള്ളം 10 ദശലക്ഷം ലിറ്റർ പ്രതിദിനം കൊടുക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ആ രേഖ അസംബ്ലിയിൽ വെച്ചിരുന്നു. ഇതിന് ആകെ വേണ്ടത് 5 ലക്ഷം ലിറ്ററാണ്. മറ്റേത് 10 MLD ആണ്. എന്ന് പറഞ്ഞാൽ 1 കോടി ലിറ്റർ ഒരു ദിവസം കിൻഫ്രയ്ക്ക് കൊടുക്കാൻ, വ്യാവസായിക ആവശ്യത്തിന് കൊടുക്കാനുള്ള തീരുമാനമുണ്ട്. ഇവർക്ക് 5 ലക്ഷമാണ് ഫുൾ ഫ്ലഡ്ജായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആവശ്യം വരിക. പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് 4-5 വർഷം കഴിയും. പിന്നെ അതിന് പുറമെ ഇവരുടെ ഈ പദ്ധതിയിൽ തന്നെ മഴവെള്ള സംഭരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നൊരു നിലനിൽക്കുന്ന വാദമേ അല്ല. മാത്രമല്ല, അന്ന് ഉമ്മൻചാണ്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 10 MLD കൊടുക്കാം, ആവശ്യം വരികയാണെങ്കിൽ പിന്നെ വർദ്ധിപ്പിക്കാമെന്നാണ്. അങ്ങനെ ഒരു തീരുമാനവും അവിടെ ഉണ്ട്. അപ്പോഴാണ് പറഞ്ഞത് ഇത് മഴനിൽ പ്രദേശമാണ്, ഇവിടെ മഴവെള്ള സംഭരണി പ്രായോഗികമല്ല. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്, ഞാൻ അവിടുത്തെ MP ആയിരുന്നല്ലോ 10 കൊല്ലം. ഞാൻ മുൻ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു, മഴവെള്ള സംഭരണം എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം. അഹല്യ ഇതേ പഞ്ചായത്തിലാണ്, ഈ പഞ്ചായത്തിൽ തന്നെ ഉള്ളതാണ് അഹല്യ. അവിടെ 15 മഴവെള്ള സംഭരണികളാണ്. 33 കോടി ലിറ്റർ വെള്ളമാണ് അവർ സംഭരിക്കുന്നത്. 3500 കുട്ടികൾ, 2500 അധ്യാപകർ, 4 ആശുപത്രികൾ, 5-6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാമുള്ള അവിടുത്തെ വെള്ളത്തിൻ്റെ ആവശ്യം പൂർണ്ണമായും നിറവേറ്റുന്നത് ഈ മഴവെള്ള സംഭരണി ഉപയോഗിച്ചാണ്. അത്രയും ആവശ്യം വരുന്നില്ല ഇവിടെ. അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. പക്ഷേ അദ്ദേഹം വരാൻ തയ്യാറായില്ല. ഞാൻ അസംബ്ലി പറഞ്ഞു, വന്നിരുന്നെങ്കിൽ ഈ സംശയം നമുക്ക് ദൂരീകരിക്കാമായിരുന്നു എന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ വെറുതെ ഉയർത്തുന്ന തടസ്സവാദം മാത്രമാണ്. ഇല്ല, പ്രതിപക്ഷം മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ കാര്യം നിൽക്കട്ടെ, CPI കൺവിൻസ് ചെയ്യാനായിട്ട് താങ്കൾക്ക് പറ്റിയിട്ടില്ല. CPIയുടെ 4 മന്ത്രിമാർ കൂടി അടങ്ങിയ മന്ത്രിസഭ എടുത്ത തീരുമാനമല്ലേ. CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് ഒരു പ്രമേയം പാസ്സാക്കുകയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അത് LDF ഉൾപ്പെടെ റേസ് ചെയ്യുകയും അംഗീകരിച്ചല്ലോ. CPIയുടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ CPI എവിടെയും പറഞ്ഞിട്ടില്ല. ഏകണ്ഠമായിട്ട് LDF അംഗീകരിച്ചു ഇക്കാര്യം. ഈ പറയുന്ന ഒരു വാദത്തിന് വേണ്ടി ഇത് അംഗീകരിക്കുമ്പോൾ, താങ്കൾ ഈ പറഞ്ഞ ഡേറ്റയൊക്കെ അംഗീകരിക്കുമ്പോഴും ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയം ആബ്സിനൻസ് ആണ്, മദ്യവർജനമാണ്.
മദ്യം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കുടിക്കാൻ പക്ഷെ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് ചോദിക്കുന്നതിൽ അതിലൊരു എത്തിക്കൽ ഇഷ്യൂ. മദ്യവർജനമാണ്, മദ്യ നിരോധനമല്ല. അതുതന്നെയാണ് കാര്യം. വർജിക്കേണ്ടത് ഉള്ള ബോധവൽക്കരണവും കാര്യങ്ങളും തുടരും. ആളുകൾ സ്വയമേവ ഉപേക്ഷിക്കേണ്ടതാണ്. വർജനം നടപ്പാകുന്നതുവരെ മദ്യം എന്തായാലും പുറത്തുനിന്ന് വരുന്നുണ്ട് അവിടെ. ഞാൻ പിന്നെ പറഞ്ഞു, ഇപ്പോൾ ഈ അനുമതി കൊടുത്തത് പ്രധാനമായിട്ടും മദ്യം ഉണ്ടാക്കുന്ന പ്ലാന്റിനല്ല, പക്ഷെ പത്രങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് ബ്രൂവറി എന്നുള്ളതാണ്. സർക്കാർ അവിടെ കണ്ടത് ബ്രൂവറിക്ക് അനുമതി കൊടുക്കുക എന്നുള്ളതല്ല. പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളിലാണ് പ്ലാന്റ്. ഒന്ന് ENA, പിന്നെ എത്തനോൾ, പിന്നെ ബ്രൂവറി, പിന്നെ ഡിസ്റ്റിൽ IMF ഇന്ത്യ നിർമ്മിത വിദേശ മദ്യം. ഈ 4 ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഏറ്റവും പ്രധാനം ഏതാണ്? എത്തനോളും ENA ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ചെല്ലാം മിണ്ടുന്നത് തലക്കെട്ട് മുഴുവൻ ബ്രൂവറി എന്നുള്ളതാണ്. കാരണം ഈ ബ്രൂവറിക്കാണ് ഈ രാഷ്ട്രീയമായിട്ട് കൂടുതൽ സാധ്യതയുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. വളരെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളൊരു വിഷയമാണല്ലോ ഇത്. പക്ഷെ നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടോ ഇത്ര ലിറ്റർ സ്പിരിറ്റ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടോ ലിക്കറിന് ഇത്രേ പാടുള്ളൂ അങ്ങനെ? അല്ല, അങ്ങനെയല്ല. നമ്മൾ സ്പിരിറ്റ് ഉൽപ്പാദനമാണ് പ്രധാനമായിട്ടും സർക്കാർ ഇതിൽ കാണുന്നത്. അതാണ് അവർ തന്നെ അതിൽ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അവരും ഇതിന് മുന്നോട്ട് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താ? എത്തനോളിൻ്റെ വിപണി കണ്ടിട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് 20% ബ്ലെൻഡിങ് വർദ്ധിപ്പിക്കണം 2030 ആകുമ്പോഴേക്കും. ഇപ്പം നമ്മൾ 2025-ലാണ്. അപ്പം അടുത്ത 5 വർഷം വലിയൊരു സ്കോപ്പ് ഇതിനുണ്ട് എന്നതാണ് അവർ കാണുന്നത്. ബ്രൂവറി ഉണ്ടാക്കി ഈ മദ്യം വിറ്റുണ്ടാവുന്ന ലാഭമൊന്നുമല്ല അവരെ കാണുന്നത്. അവരെ എണ്ണ കമ്പനികൾക്ക് ഇത് എത്തനോൾ കൊടുക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സാധ്യത. ഇപ്പോൾ തന്നെ മദ്യത്തിന് വരുന്ന സ്പിരിറ്റ് 9 കോടിയും എത്തനോളിന് വന്നത് 30 കോടിയാണ്. പിന്നെ എത്തനോളിൻ്റെ ഗണ്യമായിട്ട് കൂടും. അതാണ് 75 കോടിയിലേക്ക് കൂടും നമ്മൾ പറയുന്നത്. മദ്യത്തിന് ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ വല്ലാതെ കൂടാനില്ല.